അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസമാണല്ലോ നമ്മളിൽ വന്നെത്തുന്നത്. അപ്പോൾ എല്ലാ വീട്ടിലുള്ള എല്ലാ ഉമ്മമാർക്കുമുള്ള ഒരു തെറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മളെല്ലാവരും ഇഫ്താറിൻ്റെ സമയത്തേക്ക് തിരക്ക് പിടിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സമയമായിരിക്കും റമദാനിൽ. ഇപ്പോൾ റമദാനിൽ മറ്റുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നോമ്പ് നഷ്ടപ്പെടുന്ന ഒരു രീതി, നമ്മൾ അറിയാതെ നഷ്ടപ്പെടുന്ന ഒരു രീതി, നമ്മൾ നോമ്പ് നോറ്റ് അത് നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോയാലുള്ള ഒരു അവസ്ഥ ഓർമ്മിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ നോമ്പ് നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ നോമ്പ് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ശരീരത്തിൽ ഏതെങ്കിലും അവയവത്തിലൂടെ അറിഞ്ഞുകൊണ്ടും അറിയാതെയും എന്തെങ്കിലും വസ്തുക്കൾ ഉള്ളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോകും. പല വീട്ടമ്മമാരും ചെയ്യുന്ന ഒരു തെറ്റാണ്, നമ്മൾ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് നാവിൽ വെച്ചിട്ട് അതിൽ ഉപ്പുണ്ടോ അല്ലെങ്കിൽ രുചിയുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നാവിൽ വെച്ച് നോക്കും. എന്നിട്ട് അതെന്ത് പണിയെടുക്കും, അത് അങ്ങ് തുപ്പിക്കളയും. അപ്പോൾ തുപ്പുമ്പോൾ അവർ വിചാരിക്കും അവരുടെ നോമ്പ് മുറിഞ്ഞിട്ടില്ല. അങ്ങനെ പല ഉമ്മമാരും ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റമദാനിൽ നമ്മൾ ആ ഒരു തെറ്റ് ചെയ്യരുത്, ആവർത്തിക്കരുത്. വെറുതെ നമ്മുടെ നോമ്പ് ഒരു ഭക്ഷണത്തിൻ്റെ പേരിൽ നമ്മൾ വേസ്റ്റ് ആക്കരുത്. നോമ്പ് നമ്മൾ പുണ്യം വെക്കുക. അതുപോലെ ഉപ്പൊക്കെ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഇട്ടിട്ട് ബാങ്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് അത് കറക്റ്റാക്കി എടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അധിക ഉമ്മമാരും നോമ്പ് നയറ്റാൽ ഫുഡിൻ്റെ ടേസ്റ്റ് നോക്കുന്നുണ്ടാവും. നമ്മുടെ നോമ്പിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലായിരിക്കും. വൈകുന്നേരം ബാങ്ക് കൊടുക്കാനാണെങ്കിൽ ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ ഉള്ള സമയത്തായിരിക്കും ഇവർ ഉപ്പൊക്കെ നോക്കുന്നുണ്ടാവുക. ഉപ്പ് നാവിൻ്റെ തെമ്പത്ത് വെച്ചിട്ട് അവർ ഉപ്പ് നോക്കും. ഉപ്പ് നോക്കിയിട്ട് അത് ജസ്റ്റ് ഒന്നങ്ങ് തുപ്പിക്കളയും. എന്നിട്ട് ബാക്കി അവരൊന്നും ചെയ്യില്ല. അവർ തിരക്കിനിടയിൽ ബാക്കി ഫുഡൊക്കെ റെഡിയാക്കി എടുക്കും, ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യും. എങ്കിൽ അവർ പിന്നീട് മറന്നു പോകുന്ന ഒരു കാര്യമാണ്, അവർ വായിൽ വെച്ചിട്ട് നാവിൻ്റെ തെമ്പിൽ വെച്ചിട്ട് ടേസ്റ്റ് നോക്കുമ്പോൾ ആ ഒരു രുചിയുടെ ആ ഒരു ഫുഡിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിരിക്കും അവർ പുറത്തേക്ക് തുപ്പിയിട്ടുണ്ടാവുക. അതിൻ്റെ ചെറിയൊരു ഉപ്പിൻ്റെ ഒരു രുചിയും എരിവിൻ്റെ രുചിയും നാവിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവർ ആ തുപ്പിക്കഴിഞ്ഞതിൻ്റെ ബാക്കി അവരുടെ പണികൾക്കിടയിൽ ഉമിനീര് വന്ന് ഇത് കലർന്നിട്ട് വയറ്റിലോട്ടേക്ക് പോകും. അങ്ങനെ നോമ്പ് നമുക്ക് ബാത്തിലാവാനുള്ള ഒരു കാരണമായിട്ട് തീരും. ഇങ്ങനെ രുചി നോക്കാം. നമുക്ക് ഇസ്ലാമിൽ പറയുന്നത് നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് നോക്കാനുള്ള അനുവദനീയമുണ്ട്. എങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ നോമ്പ് നോറ്റാൽ ഉപ്പ് നോക്കുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുപ്പിക്കളയുകയും ശേഷം വായിൽ വെള്ളം നിറച്ച് കൊപ്പിളിച്ച് തുപ്പുകയും ചെയ്യണം. വെറുതെ ഒരു വട്ടം തുപ്പിയിട്ട് നിങ്ങൾ ബാക്കി ജോലി ചെയ്താൽ നിങ്ങളുടെ നോമ്പ് അവിടെ ബാത്തിലാവും. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ നോമ്പ് ബാത്തിലാവും. പല ഉമ്മമാരും ഒന്ന് ചിന്തിച്ച് നോക്ക്, ഇങ്ങനെ ബാത്തിലായെങ്കിൽ നമ്മുടെയൊക്കെ എത്ര നോമ്പ് ബാത്തിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ വരുന്ന റമദാനിൽ ഈ ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കരുത്. ഈ ഒരു തെറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ കുറച്ച് ഉപ്പ് കുറഞ്ഞു എന്ന് വെച്ചിട്ട് ഒന്നും വരില്ല. നമ്മുടെ നോമ്പ് ഓരോ നോമ്പിനും അത്രയ്ക്കും വിലയേറിയ നോമ്പാണ്. അപ്പോൾ ഓരോ നോമ്പും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അടുക്കളയിൽ നിന്ന് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നിയ്യത്ത് വെക്കുക, എൻ്റെ വീട്ടിലുള്ള എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും ഉമ്മയ്ക്കും ഉപ്പയ്ക്കൊക്കെ ഭക്ഷണം നോമ്പ് തുറക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കുന്നു അല്ലാഹ് എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് അത് ഒരു ഇബാദത്തായിട്ട് മാറും. ആ ഫുഡ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊരു കൂലിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടും. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നിയ്യത്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ താഴെ കമൻറ്റിൻ്റെ ഭാഗത്ത് ഒരു ഹൈപ്പ് ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കാരണം മറ്റുള്ളവരിൽ എത്തട്ടെ, അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടട്ടെ. ആമീൻ.